ഹലോ ഗൈസ്, നാട്ടുകാരെന്ത് പറയും? നാട്ടിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് പറയും? എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോളായിട്ട് ജീവിച്ചാൽ മതി. ഇത് പറയുന്ന മറ്റാരുമല്ല, അനുമോള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന്. എന്ത് വൃത്തികേടും എന്ത് തോന്നിവാസവും മറ്റുള്ളവരെ പറഞ്ഞ് അവരെ വ്യക്തിഹത്യ ചെയ്ത് എന്നിട്ട് അവർ കരയുമ്പോൾ, ഇന്നലെ ഇരുന്ന് ശൈത്യ കരഞ്ഞപ്പോൾ പറഞ്ഞ ഡയലോഗാണ്, നാട്ടുകാർക്ക് എന്താ വേണം, നീ നാട്ടുകാരുടെ ചിലവിലാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ച വ്യക്തിയാണ് ഇന്നിരുന്ന് പറയുന്നത്. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന്. ഇത് മറ്റൊരു കാര്യവുമല്ല, അക്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അക്ബറിനെ മോശക്കാരനാക്കാൻ വേണ്ടി PR-ൻ്റെ നമ്പർ ആദിലയ്ക്ക് എഴുതി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആദില കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു, ഞാൻ പറയുന്നു. പക്ഷേ ആദില അത് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നേരിട്ട് ഡയറക്റ്റ് ചോദിക്കുമെന്നാണ് ആദില പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിനുശേഷം നൂറ പറഞ്ഞു ചോദിക്കരുതെന്ന്. ഇന്നലെ എവിക്റ്റായി പോകുന്ന സമയത്തും ആദില അത് പറയാൻ ഭാവിച്ചു. പക്ഷേ നൂറ പറഞ്ഞു വേണ്ട പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചോദിക്കാതെ പോയത്. നമ്മൾ ആദിലയെ ഇഷ്ടമല്ല, നമുക്ക് വലിയ താല്പര്യമൊന്നുള്ള ആളല്ല ആദില. പക്ഷേ ആദില പറയുന്നതിനകത്തുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കര കൊളാബ്രിക്കേഷനായിരുന്നു. അകത്ത് ഇരുന്ന് ഭയങ്കര പല രഹസ്യങ്ങളും ഉണ്ട്. ഇന്നലെ അനുമോൾ അത് പറയുകയും ചെയ്തു, എനിക്ക് ആദിലെ പേടിയാണ്, ആദില ദേഷ്യം വരുമ്പോൾ എന്തും ഞാൻ പറഞ്ഞ ഒരുപാട് എൻ്റെ കാര്യങ്ങൾ അറിയാം, ഞങ്ങൾ ഭയങ്കര രഹസ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് വിളിച്ചു പറയുമെന്ന്. അതും ഈ അനുമോൾ തന്നെ പറഞ്ഞത് നമ്മൾ ലൈവിൽ കേട്ടതാണ്. ഇപ്പോൾ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നു. മെഴുകുന്ന യൂട്യൂബ് ചാനൽസ് എല്ലാം ഇറങ്ങി, അനുമോൾ പൊട്ടിക്കരയുന്നു, അലറിക്കരഞ്ഞ് നിലവിളിക്കുന്നു. നാണമില്ലേ? ഇവർ ആദ്യത്തെ ദിവസം തൊട്ട് കരച്ചിൽ നാടകമല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന. കരച്ചിൽ നാടകം, പാവക്കളി, അത് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ പറഞ്ഞ് കരച്ചിൽ നീ കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ കരച്ചിൽ മാറ്റി പിടിച്ചു. എൻ്റെ ദൈവമേ, ഇങ്ങനെയും ചീപ്പ് ഡ്രാമ അടിക്കുന്നൊരു സ്ത്രീ ഉണ്ടോ? എന്തൊരു ചീപ്പ് ഡ്രാമയാണിത്. അതുപോലെ തന്നെ കുക്കിങ്ങേ എനിക്കറിയത്തില്ല, ഞാൻ പാചകം അടുക്കള കയറിയിട്ടില്ല എന്ന് പറയുന്ന ആൾ MG ശ്രീകുമാറിൻ്റെ ഒരു പരിപാടിയിൽ ഒന്നും പറയുന്നത്, ഞാൻ എല്ലാ ജോലികളും ചെയ്യും, എനിക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം, ഈവൻ പൊറോട്ട അടിക്കാൻ വരെ അറിയാമെന്ന്. എന്തൊരു നുണയാണ്, എന്തൊരു നുണച്ചിയാണ്. നമ്മൾ അങ്ങനെയൊക്കെയാണ് തമ്പനയിൽ ഇടേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിനെ അങ്ങനെ തമ്പനയിൽ ഇട്ടിട്ട് മോശമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളെ, നമ്മളൊരു പെണ്ണാണല്ലോ. പക്ഷെ പറയുന്നതൊക്കെ എന്തോ ഒരു വൃത്തികെട്ട കള്ളമാണ്. എന്നിട്ട് കുറേ ആമ്പിള്ളേരെ ഇപ്പോൾ വിളിച്ചിരുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ജിഷിനോടാണ് ഇരുന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആര്യൻ വന്നു. ആര്യൻ പറഞ്ഞു ഏറ്റവും നല്ല ആക്ട്രസിനുള്ള അവാർഡ് ഇപ്രാവശ്യം നമ്മുടെ അനുമോൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവനോട് പറയുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടേ ഇല്ലെന്ന്. പിന്നെ അതിനുശേഷം അപ്പാനിയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഷാനവാസൊക്കെ നിൽപ്പുണ്ട്. എല്ലാവരോടും അങ്ങ് പറഞ്ഞ് കരഞ്ഞ് മെഴുകുവാണ്. ഞാനങ്ങനെ ചെയ്തിട്ട്, കാരണം പിടിക്കപ്പെട്ടു. നമ്മളൊരു കള്ളം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളിൻ്റെ വെപ്രാളം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ മുഖത്ത് കാണുന്നത്. കണ്ണില്ല, ഒന്നാമത്തെ കാര്യം കണ്ണിൽ ലെൻസൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ലാതെ എപ്പോഴും കണ്ണിൽ ലെൻസും വെച്ചില്ല, കണ്ണിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ണിന് ഇങ്ങനെ തള്ളിച്ച് എന്തോ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഞാനങ്ങ് ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുവാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുവാണ്. എത്ര ചാനലുകാർ വെളുപ്പിക്കാൻ നിന്നാലും, എത്ര PR-കാർ വെളുപ്പിക്കാൻ നിന്നാലും വെളുക്കാത്ത രീതിയിലാണ് ഇത് പോയേക്കുന്നത്. അത്രമാത്രം അനുമോളിൻ്റെ മുഖം കറുത്ത് കരിവാളിച്ച്. ഇനി അഥവാ ഈ ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, PR ടീം കള്ളവോട്ട് ചെയ്ത് PR ടീം ജയിപ്പിച്ചാൽ പോലും ഇവർക്ക് എന്ത് വിലയാണ് ഈ സൊസൈറ്റിയിലുള്ളത്? ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ പറയുന്നിട്ട് ഞാനിപ്പോൾ ഇറങ്ങിപ്പോയി, എനിക്കിനി വേണ്ട, ഞാനിവിടെ ഇറങ്ങിപ്പോട്ടെ എന്ന്. കാരണം പേടിയായി. ജനങ്ങൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഇറങ്ങിപ്പോയാൽ അത്രയും നല്ലതെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. കാരണം ഇത് ചെറിയ കാര്യമൊന്നും, ഇത്ര വലിയ അലിഗേഷൻസ് പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ആദിലെ മാത്രം അത്ര ടൈംസ് അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആദില പറഞ്ഞത്? ഇവർ വന്നപ്പോൾ, ഈ പുതിയ ആൾക്കാർ വന്നപ്പോൾ അവരെ മുമ്പിൽ വെച്ച് പറയാം, ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല ഞാൻ വന്നേന്ന്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും കുടുംബം ഉണ്ടാക്കാനും അല്ല വന്നേന്ന്. എല്ലാ പ്രശ്നത്തിലും, എന്ത് കരച്ചിലിനും എന്ത് ബുദ്ധിമുട്ടിനും ഓടിപ്പോയി ആദിലയുടെയും നൂറയുടെയും നെഞ്ചത്തോട്ടാണ് കിടക്കുന്നത്. എല്ലാ കരച്ചിലും എന്ത് ഒരു ബുദ്ധിമുട്ട് വന്നാലും, ആരോട് വഴക്കിട്ടാലും കരയാനും താങ്ങാനും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവർ എപ്പോഴും പുറകെ പോവാണ്. അവരെ കൂടെ എന്നിട്ട് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ മാറി നിൽക്കും. പിന്നെ അവർ വഴക്ക് മാറ്റാൻ വേണ്ടി പുറകെ പോകും. പിന്നെ കാരണം ഇവർക്ക് വിഷമാവുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഇവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇന്ന് വരെ ഒരു വ്യക്തികളോട് പോലും തെറ്റ് ചെയ്തിട്ട് സോറി പറയാത്തൊരു വ്യക്തി. അപ്പാനിയുടെ മാത്രം കാലെ തൊഴുത് സോറി പറഞ്ഞു. കാരണം അപ്പാനിയുടെ ലൈഫ് വെച്ച് കളിച്ചതുകൊണ്ട്. പക്ഷേ ഇന്ന് മെനഞ്ഞാതും വൈകുന്നേരം പിന്നെ ആ എപ്പിസോഡിൽ അതല്ലേ നമ്മൾ കേൾക്കുന്നത്, അപ്പാനെയും ബിൻസിയും തമ്മിൽ ഉമ്മ വയ്ക്കുമായിരുന്നു, നടക്കുമ്പോഴെല്ലാം ഹഗ് ചെയ്യുമായിരുന്നു, പോകുന്ന വഴിക്കെല്ലാം ഉമ്മ വയ്ക്കുമായിരുന്നു. അതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് ചോറുണ്ടെന്ന് അപ്പാനി ചോറുണ്ടില്ലെങ്കിൽ ബിൻസിയും ചോറുണ്ണത്തില്ല, അപ്പാനി ഉറങ്ങിയില്ലെങ്കിൽ ബിൻസി ഉറങ്ങത്തില്ല. അങ്ങനെയുള്ള വെറും വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റല്ലേ പറഞ്ഞേ. അപ്പം ആരെയും എന്ത് വൃത്തികേടും പറഞ്ഞ് അവരെ മോശക്കാരാക്കാം. സ്വന്തമായിട്ട് പറയുമ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന്. ഇന്നലെ ഇപ്പോൾ എത്രയോ പ്രാവശ്യം എന്ന് പറയും ശൈത്യ പൊട്ടിക്കറിഞ്ഞാൽ പറഞ്ഞേ, നാട്ടുകാരെ കൊണ്ട് നീ എന്തിനാ തിരക്കുന്നത്? നാട്ടുകാരുടെ ചിലവിലാണോ നീ ജീവിക്കുന്നത്? നിൻ്റെ ചിലവിൽ
പോലെയല്ല ജീവിക്കുന്നത്, നീ എന്തിനാ നാട്ടുകാരെ കാര്യം അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് പറയുകയാണ് യോ നാട്ടുകാരെന്ത് വിചാരിക്കും. അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോഴാണ് എല്ലാ മനുഷ്യർക്കും വെപ്രാളം. ഇല്ല, ഒരു കാര്യം ഒരു കള്ളം നമ്മൾ ചെയ്യുമ്പോൾ അത് പിടിക്കപ്പെടുമ്പോഴുള്ള വെപ്രാളം ഇല്ലേ, അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു, ക്ലാരിഫൈ ചെയ്യണം, മറ്റേത് ഇവിടെ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഒന്നും പറയണ്ട, ഇനി പുറത്ത് പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആൾ ഇപ്പം എല്ലാം ക്ലാരിഫൈ ചെയ്തോളാനുള്ള വെപ്രാളം. അതുപോലെ തന്നെ കരഞ്ഞു മെഴുകുന്നു. എന്തോ പറയണം, നാടകം എന്ന് പറഞ്ഞാൽ കരച്ചിലിൻ്റെ അങ്ങേയറ്റത്തെ നാടകം. എൻ്റെ ദൈവമേ, എന്തോ ഒരു ചീപ്പ് ഡ്രാമയാണ് ഈ സ്ത്രീ കാണിക്കുന്നത്. എന്തോ ഒരു ചീപ്പാണ്. നമ്മൾ കരയും, മാന്യമായിട്ടൊക്കെ മനുഷ്യന്മാർ കരയും. ഇത് പിന്നെ ബാത്റൂമിൽ വെച്ചിട്ട് എഴുതി കൊടുത്തത്, ബാത്റൂമിൽ പോയി എന്ന് പറഞ്ഞ കാര്യമാണ് ആദില പറയുന്നുണ്ട്. ആദിലയുടെ കലിപ്പം പറയുന്നത് ഞാൻ ബെഡ്റൂമിൽ ഇരുന്നാണ് എഴുതി കൊടുത്തത്, അതെൻ്റെ അച്ഛൻ്റെ നമ്പറാണെന്ന്. നോറയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം അന്നേരം മൈക്ക് മാറ്റി ചെവിയിൽ ഓരോന്നോരോന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. എത്രയോ പ്രാവശ്യമാണ് മൈക്ക് മാറ്റി സംസാരിക്കുന്നത്. നോറയെ സഹായിക്കാൻ അച്ഛൻ്റെ നമ്പർ എഴുതി കൊടുക്കുക ആരെങ്കിലും. ഇതൊക്കെ കേൾക്കുന്നവർ നമ്മളത് ചോറല്ലേ തിന്നുന്നത്. നോറയെ സഹായിക്കാൻ അവരിവിടെ നിൽക്കുന്നു, നോറയ്ക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി നോറയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ നമ്പർ എഴുതി കൊടുത്തെന്ന്. അല്ല, ഇവിടെ സുഖമാണെന്ന് പറയാൻ വേണ്ടി. സോഷ്യൽ മീഡിയ ഉണ്ട്, ഈ ആര്യെന്ന് പറയുന്നുണ്ട്. ഇത് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരും. അതിന് ഇവിടുന്ന് നമ്പറൊക്കെ എഴുതി കൊടുത്ത് പോയി വിട്ടെന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ അനിമോളെ, നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്താൽ ഇപ്പം ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ തന്നെ കയ്യും കാലും തല്ലുപിടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. സ്വയം 10-60 ദിവസം ഞാൻ ഉറങ്ങാതിരുന്ന് ലൈവ് കണ്ട് ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞ് വീഡിയോ ഇട്ട ഒരു വ്യക്തി എന്ന നിലയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ എനിക്ക് സ്വയം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ആത്മനിന്ദ എന്ന് പറയുന്ന സാധ്യതയുണ്ടോ. നമുക്ക് ആത്മനിന്ദ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ആ സാധനമാണ് വരുന്നത്.